ഹലോ. ഹലോ അപ്പച്ചി, ഞാൻ ബിൻസ് ആയിരുന്നേ. എനിക്ക് അപ്പച്ചി കണ്ണ് കാണിക്കുന്ന ആ കുരുവിള ഡോക്ടറില്ലേ, അവിടുത്തെ നമ്പർ തരാമോ? കുരുവിളയുടെയോ? ആർക്ക് വേണ്ടിയിട്ടാ? എനിക്കാ. എനിക്ക് കുറച്ച് നാളായിട്ട് നല്ല തലവേദനയാണ്. അതുപോലെ തന്നെ കണ്ണിനും വല്ലാത്ത പെയിനുണ്ടേ. ലൈറ്റൊക്കെ ഉള്ളപ്പോൾ ഗ്ലെയർ ആയിട്ടൊക്കെ തോന്നും. ഇവിടെ കരുണയെ കൊണ്ടേ ആദ്യം കാണിച്ചേ. ഇപ്പോൾ കോർണിയയുടെ ഒരു കംപ്ലൈൻ്റ് ആണെന്നാണ് പറഞ്ഞേ. എന്തോ കെരാട്ടോകോണസോ എന്നോ മറ്റോ പേര് പറഞ്ഞേ. ആ, നീയല്ലേ പണ്ട് കൊളസ്ട്രോൾ കൂടിയെന്നും പറഞ്ഞുകൊണ്ട് മരുന്നിന് പോയേ. ഈ ചെറുപ്പത്തിൽ ഈ അസുഖമെല്ലാം വരുത്തി വെച്ചാൽ എന്നാ ചെയ്യും? ഏ ഈ മൊബൈലിൽ തന്നെ നോക്കിയിരുന്നിട്ടായിരിക്കും കണ്ണിന് പ്രശ്നം അല്ലേ? ആ, അറിയില്ല. എന്തായാലും കുരുവിള ഡോക്ടർ ഫേമസ് ആണല്ലോ. ഇപ്പം പുള്ളി ഒന്ന് കാണിക്കാവുന്നതും കൊണ്ടായിരുന്നു. അത് കുരുവിള കേമനാണോ അല്ലയോ എന്നുള്ളതല്ല കാര്യം. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 65 കഴിഞ്ഞേ പിന്നെയാണ് കണ്ണിന് മൂടലും ഓരോ സൂക്കേടും ഒക്കെ തുടങ്ങിയത്. ഈയിടെ ആ പൊടിമറ്റത്ത് ജോസിൻ്റെ 2 പിള്ളേർക്ക് മൊബൈലേ നോക്കിയിരുന്ന് കണ്ണിന് മൂടലാണെന്നും പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം ഇങ്ങനെ നേരത്തെ അസുഖം വിളിച്ചു വരുത്തി എന്നാ ചെയ്യും? ഇത് കണ്ണിൻ്റെ കാര്യം മാത്രമല്ല, ചില പിള്ളേർ പച്ചവെള്ളം ഒട്ടും കുടിക്കുകയില്ല. എന്നിട്ട് കുറച്ച് കഴിയുമ്പം കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആണെന്നും പറഞ്ഞ് നടക്കും. പെൺപിള്ളേരാണെങ്കിൽ സൗന്ദര്യത്തിന് ഭയങ്കര ശ്രദ്ധ, എന്നാൽ ആരോഗ്യം തിരിഞ്ഞു നോക്കുകയില്ല. ഈയിടെ ഒരുത്തനെ ഒരു കോഴി ഒന്നാകെ പൊരിച്ചോണ്ട് വന്നേച്ച് തന്നെ ഇരുന്ന് തീറ്റയാ. ഞാൻ ചോദിച്ചത് എന്നാ പണിയാന്ന്, അന്നേരം പറഞ്ഞ് ഇൻഫാമാന്ന്. അൽഫാം എന്തേലും ആട്ടെ, അല്ല കഴിക്കുന്നതിനല്ല ഞാൻ പറഞ്ഞേ. കഴിച്ചേച്ച് അതനുസരിച്ച് ഒന്നെങ്കിൽ വ്യായാമം ചെയ്യണം, അല്ലെങ്കിൽ പണിയെടുക്കണേ. ഇത് ലോഡിങ്ങുകാർ കഴിക്കുന്ന പോലെ കഴിക്കും, എന്നുവെച്ച് സർക്കാർ ഉദ്യോഗസ്ഥരിയ്ക്കുന്ന പോലെ ഇരിക്കും. പിന്നെ എങ്ങനെയാണ് അസുഖം വരാതിരിക്കുന്നത്? ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ശരീരസുഖമില്ലാത്ത ധനികനേക്കാൾ ആരോഗ്യമുള്ള പാവപ്പെട്ടവനാ ഭാഗ്യവാൻ. കാരണം ആരോഗ്യം സ്വർണത്തെക്കാളും ശ്രേഷ്ഠമാണ്. എന്നാൽ ഞാൻ നമ്പർ തപ്പിയെടുത്തിട്ട് ഇപ്പം തന്നെ അങ്ങ് വിളിച്ചേക്കാം. ഓക്കെ, താങ്ക് യു. എന്നാൽ വെച്ചേക്കുവാണേ.